ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണോ. ഇന്ന് നമ്മുടെ ഉത്രാളിക്കാവ് പറയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക്. അതായത് ചൊവ്വാഴ്ച പറ പുറപ്പെട്ടു. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മുടെ വീട്ടിലൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരുക്കി വെച്ചാലും പറ വരിക എന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ തന്നെയാണ് കേട്ടോ. ആകെ നെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒരു മിടിപ്പും കാര്യങ്ങളും. അപ്പം അടുത്ത വീട്ടിലത്തെ ചേച്ചി എപ്പോഴും പറയുന്നോടെ പറ വന്ന് വരുമ്പോഴ സമയത്ത് നമ്മൾക്ക് ECG എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പം നമുക്ക് ഹാർട്ട് അറ്റാക്കാന്ന് പറഞ്ഞിട്ട് പറയും. ആ ലെവലിലാണ് നമുക്ക് ഇടിക്കുക എന്ന് പറയും. ശരിയാണ്, ഒരു ടെൻഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഒരുങ്ങി നിന്ന് നമ്മൾ തൊട്ട വീട്ടിലെത്തുമ്പോൾ ഞങ്ങളുടെ 2 വീട് അപ്പുറം എത്തുമ്പോൾ നമ്മൾ വിളക്കൊക്കെ കൊളുത്തിയിട്ട് തയ്യാറായിട്ട് നിൽക്കും. ആ കൊട്ട അങ്ങോട്ട് കേട്ടാൽ പിന്നെ ആകെ കൈയും കാലും വിറക്കിയേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റില്ല എന്നുള്ള പോലെ കേട്ടോ. അപ്പോൾ അതേ പറ വരുന്നുണ്ട്. അപ്പം നെല്ല് നമ്മൾ അവരുടെ അടുത്ത് തന്നെ വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ഒരുക്കി വെച്ചു. അപ്പോൾ ആദ്യം നമ്മൾ ഭഗവതീനെ വരവേൽക്കാനായിട്ട്, ഉത്രാളിക്കാവ് ഭഗവതിയാണല്ലോ, ഭഗവതീനെ വരവേൽക്കാനായിട്ട് ഇത് വിളക്ക് കാണിക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ താലും എടുക്കൂട്ടാം. അപ്പോൾ അങ്ങനെ താലും വിളക്കായിട്ട് കാണിച്ചതിന് ശേഷം താലം നമ്മൾ പൂക്കളൊക്കെ അടങ്ങിയ താലം നമ്മൾ പറയുടെ അടുത്ത് തന്നെ വെക്കും. വിളക്ക് നമ്മൾ ഉള്ളിൽ കൊണ്ടുപോയിട്ട് വെക്കും. അപ്പോൾ പ്രായമായി വെളിച്ചപ്പാടിന് കേട്ടോ. അപ്പോൾ പ്രായമായി അപ്പോൾ സ്കൂട്ടിയിൽ കൊണ്ടുവരണത്, ഓരോ വീട്ടിലേക്കും സ്കൂട്ടിയിൽ കൊണ്ടുവന്നിട്ടാണ് കയറ്റുന്നത്. ഇപ്പോൾ ഈ വർഷം അരമണിയും വാളൊക്കെ ചിലമ്പം ഒരാൾ കയ്യിൽ ഏന്തി വരികയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ പറയുടെ കുറച്ച് ഭാഗം എൻ്റെ കൂട്ടുകാർക്കായിട്ടൊന്ന് പങ്കുവച്ചതാണ്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം. വർഷത്തിൽ നമ്മളിങ്ങനെയൊക്കെ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാലും എത്തുന്ന സമയത്ത് ശരിക്കും ഒരു ചൈതന്യം തന്നെയാണ് അല്ലേ. വീടുകളിലേക്ക് ഇങ്ങനെ വന്ന് പറക്കെടുക്കുമ്പോൾ അതൊരു ചൈതന്യം തന്നെയാണ്. കൊറോണ കാലത്താണ് നമുക്ക് അമ്പലത്തിൽ പോയിട്ടാണ് നമ്മൾ പറയൊക്കെ വെച്ചത്. പിന്നെ 2 വർഷം ഉണ്ടായില്ല. പിന്നെ വീണ്ടും തിരിച്ച് അങ്ങനെ വീടുകളിലേക്ക് വന്നു തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മളിത് വിളക്ക് എത്തി വെളിച്ചപ്പാടിനെ നമ്മൾ ഭഗവതിയായിട്ടാണല്ലോ സങ്കല്പിക്കുന്നത്. അങ്ങനെ വന്ന് അരമണിയും വാളൊക്കെ എടുത്തിട്ട് വേറെ ആളാണ് വരുന്നത്. വെളിച്ചപ്പാടിനെ ഒരാൾ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ സ്കൂട്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ കണ്ടിട്ട് വരാം. ൂർ